ഹായ് കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. അനൻസുള്ളോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂട്ടല്ല ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് ന്യൂട്ടല്ല ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. സാധാരണ ന്യൂട്ടല്ല ഹെസൽനട്ടൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഹെസൽനട്ട് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഹെസൽനട്ട് നമുക്ക് മേടിക്കുമ്പം ഭയങ്കര കോസ്റ്റ്ലിയാണ്, നല്ല വിലയാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പം നമുക്ക് ന്യൂട്ടല്ല ഉണ്ടാക്കാം. ന്യൂട്ടല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് നിലക്കടല, 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് ബദാം പരിപ്പ്. നിലക്കടല അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിലക്കടല മാത്രം എടുത്താൽ മതി. പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ എടുത്താൽ മതി. പിന്നെ പഞ്ചസാര പൊടിച്ചത്. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനത് മെൽറ്റ് ചെയ്തെടുത്തത്. കൊക്കോ പൗഡർ ആയാലും മതി കേട്ടോ. അപ്പം നമുക്ക് പഞ്ചസാര പൊടിച്ച ആ ജാറിലോട്ട് തന്നെ കടല, അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കടല വറുത്ത കടലയാണ്. അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഞാൻ ഒന്ന് ചൂടാക്കിയതാണ് കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുക. എന്നാലേ പെട്ടെന്ന് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇത് പൊടിയല്ല, നമുക്ക് അരച്ചെടുക്കണം. ഇതേപോലെ നിർത്തി ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാൻ ഇത് അടിക്കുന്നത്. പിന്നെ ഞാൻ വലിയ ജാറിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ പൊടിക്കുമ്പോൾ ചെറിയ ജാറിലിട്ട് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അതിലോട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഡബിൾ ബോയിൽ ചെയ്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ കേട്ടോ. ഞാൻ ചോക്ലേറ്റിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതിൽ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് വീഡിയോയും കേക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് പോയി കണ്ടു. അതിനകത്തൊക്കെ ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അതൊന്നുകൂടെ അടിച്ച് എടുത്തിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. അപ്പം ചോക്ലേറ്റിലൊക്കെ മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. മധുരം നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിന് ഒറിജിനൽ ന്യൂട്ടല്ലേൻ്റെ ടേസ്റ്റ് ഒന്നും 100% കിട്ടില്ല, എങ്കിലും അടുത്ത് ഏകദേശം അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. അപ്പോൾ ഈ നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യ് കുറച്ച് ആ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നെയ്യ്. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ടാണ് ബട്ടർ കൂടുതലായിട്ട് എടുക്കാത്തത്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മളിത് അടിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസായിട്ട് വരണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം, നല്ല പോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വലിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നിർത്തി ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ അടിച്ചടിച്ച് കൊടുക്കാം. ഒറ്റയടിക്ക് നമുക്കിത് അടിച്ച് ലൂസാക്കി എടുക്കാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് നിർത്തി കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് അടിച്ച് ലൂസാക്കി എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോഴേ നല്ല പോലെ അരഞ്ഞ് ഒരു തരി പോലും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. ഒറ്റയടിക്ക് 5 മിനിറ്റ് കൊണ്ടൊന്നും അടിച്ച് നമുക്ക് എടുക്കാൻ കഴിയില്ലത്. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് പിന്നെ അടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും അത് ലൂസായി വരുന്നുണ്ട്. തീരെ ലൂസായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇത് ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നുകൂടെ ലൂസായി വരും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇരിക്കും തോറും ഇത് ഒന്നും കൂടെ ലൂസായി വരും. ഇപ്പോൾ നല്ല സ്മൂത്തായി, തരിയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ജാറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ മധുരമൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ന്യൂട്ടല്ല, ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് ന്യൂട്ടല്ല വീട്ടിൽ ഉണ്ടാക്കുന്നത് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് അധികം ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബദാം പരിപ്പൊന്നും കയ്യിലില്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നമ്മുടെ കടല മാത്രം ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടലയും ചോക്ലേറ്റും ഇട്ടിട്ട് ഉണ്ടാക്കണം. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കൊക്കോ പൗഡറിനേക്കാളും. പിന്നെ ഇതിന് ഒറിജിനൽ 100% കടയിൽ നിന്ന് മേടിക്കുന്ന ന്യൂട്ടലിൻ്റെ ടേസ്റ്റ് വരുന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അത്രയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ആ ഒറിജിനൽ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, എന്നാലും അതിനടുത്തൊക്കെ വരും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്, വലിയ പണിയൊന്നുമില്ല.
അപ്പോൾ ഞാൻ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ ഞെക്കിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അത് ബ്രെഡിലോട്ട് തേച്ച് കാണിച്ചു തരാം. ബ്രെഡിൽ തേക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ഒറിജിനൽ ന്യൂട്ടല്ലേൻ്റെ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് ടേസ്റ്റ്. അതെന്തായാലും ഒറിജിനൽ ന്യൂട്ടല്ല ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഹേസൽനട്ട് വെച്ചിട്ടാണ് ഒറിജിനൽ ന്യൂട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പം അതും നമ്മൾ ഹേസൽനട്ട് വെച്ച് ഉണ്ടാക്കിയാലും നമുക്ക് ആ കടയിൽ നിന്ന് മേടിക്കുന്ന ന്യൂട്ടല്ല ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഉണ്ടാക്കി വരുമ്പോൾ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹേസൽനട്ട് കയ്യിലുള്ളവർ ഹേസൽനട്ട് വെച്ചിട്ട് ചെയ്തോളൂ. ഇതേ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. കടലയ്ക്ക് പകരം കടലയും ബദാം പരിപ്പും ഒഴിവാക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.